Praise the Lord. Hallelujah. കർത്താവിന്റെ നാമത്തിൽപ്പെടുമാറാകട്ടെ. ഈ സഭയുടേതായ ഉദ്ഘാടന ദിവസത്തിൽ എനിക്ക് നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന കൃപയോട് ഞാൻ സ്തുതിക്കുകയാണ്. വാസ്തവമായിട്ട് ഞാൻ ഈ സഭയെക്കുറിച്ച് എപ്പോഴും എൻ്റെ ഹൃദയമായ പ്രാർത്ഥനകൾ ഏത് സഭയെന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഏത് സഭ ഒരു നിമിഷം പ്രാർത്ഥിക്കാതെയും ഓർക്കാതെയും അല്ല. കാരണം എൻ്റെ ആരംഭകാലം ഞാൻ രക്ഷിക്കപ്പെട്ടത് ഈ സ്ഥലങ്ങളിലാണ്. വളരെ ഞാൻ ദൈവമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും അവസാനമായിട്ട് ഒരു ദൈവദാസന്റെ കൈക്കീഴിൽ നമ്മുടെ ഊറ്റുകുഴി എന്ന് പറഞ്ഞ സ്ഥലം യേശുവിന്റെ വാസ്ത്ര കീഴിലാണ്. ഇനി യേശുമണി എന്നുള്ള വാസ്ത്ര കീഴിലാണ് അവനെ രക്ഷിക്കപ്പെടുകയും അതിനുശേഷം അവിടുത്തെ വിശ്വാസികളുമായി ചില വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചു. ആ സമയത്ത് പെട്ടെന്നൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ചില താങ്കളുടെ തടസ്സങ്ങൾ കൊണ്ട് രാത്രി കൊണ്ട് അദ്ദേഹം ഓടുവാനായി തീർന്നു. എന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയ വിശ്വാസിയാണ്. 20, 25, 30 വയസ്സ് പ്രായമുള്ളതായ വിശ്വാസികൾ ഉണ്ടായിരുന്നു. എന്നാൽ 30 വയസ്സുള്ള പ്രായമുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ 6 മാസമുള്ള ഒരു വിശ്വാസിയായിരുന്നു ഞാൻ. അത്രയും കൈക്കുഞ്ഞാകുന്ന ഞാൻ അവസരം എല്ലാവരുമായി ചേർന്നു എന്നെ അടുത്തതായ ഒരു പാസ്റ്റർ അംഗീകരിച്ചു. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 30 വയസ്സ് പ്രായമുള്ളതായ ഈ വിശ്വാസികളോടുകൂടെ 6 മാസമുള്ളതായ ഈ കൊച്ചു പൈതലാകുന്ന എനിക്ക് ഇവരോടുകൂടെ എങ്ങനെ ഒരു പാസ്റ്ററായിരുന്നു നടത്തുവാൻ കഴിയും എന്ന് വളരെ ഞാൻ വേദന ഒരു ഭാഗം മറ്റും ദൈവം എന്നെ കരങ്ങളിലെടുത്തു. ആ ദിവസം മുതലാണ് ഇവിടുത്തെ ചാർജുകൾ വധിക്കുകയും പിന്നത്തെ പല പല ഭാഗങ്ങളിലെ സഭകൾ അങ്ങോട്ടും ഓടുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ടാണ് ലൂന്ത്യ ചർച്ചപ്രാൺ എന്നുള്ള സ്ഥാപനത്തോടുകൂടെ ഇണചേരുകയും അതിനുശേഷമാണ് ഇവിടെ ഭൂമി വാങ്ങുകയും ഈ ചർച്ച അതിൻ്റെ ഹോൾ ഇവിടെ പഴയ ഹോൾ വാങ്ങുകയും ഇത്രത്തോളം കാരണം ഇവിടുത്തെ അധ്വാനിച്ചതായ തൻ്റെ പ്രിയപ്പെട്ടവരുടേതായ കരങ്ങളാണ്. ഞാൻ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി ഞാൻ സ്നേഹിക്കുകയാണ്. എന്നാൽ ആദ്യം മുതൽ അവസാനത്തോളം നിൽക്കുന്നതാണ് എൻ്റെ സഹോദരിയുടേതായ കുഞ്ഞുങ്ങളെ എനിക്ക് മറക്കാൻ കഴിയില്ല. വാസ്തവമാര് പലരും ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവര് അതിനോളം അവസാനം വരെ അവർ നിൽക്കുന്നത് കണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. അതിനുശേഷം എന്നെ കൂടെ ദേവദാസന്മാർ സഹോദരന്മാരെല്ലാവരും വാസ്തവ ഒരു വാക്യം വായിക്കട്ടെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാൽ 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയാത്തവരാണ്. അപ്പോൾ ഇപ്പൊ എനിക്ക് എവിടെയെങ്കിൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ വിളിച്ചു, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ ചോദിച്ചു, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പുരുഷൻ സോദരൻ വിളിച്ചു, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് അവിടെ നിന്നൊക്കെ കർത്തൃമേശയോടുകൂടിയാണ് എൻ്റെ ഉപവാസ പ്രാർത്ഥന തീർന്നത്. പക്ഷെ എനിക്ക് കർത്തൃമേശ എങ്ങനെയും നടത്താൻ പറ്റിയില്ല. കർത്തൃമേശ 1 മണിക്കൂർ കുറേ കർത്തൃമേശ മാത്രം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് കർത്തൃമേശ നടത്തി എങ്ങനെയും വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്കിലും വിളിച്ചനുസരിച്ച് 8:30 മണിക്കാണ് ഞങ്ങൾ ആരാധന സ്റ്റാർട്ട് ചെയ്തു. 9 മണിക്കുള്ളത് അരമണിക്കൂർ കൂട്ടി പെട്ടെന്ന് ഞങ്ങൾ 11:15 ഞാൻ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുവാൻ ഇടയായിട്ടുണ്ട്. അവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള നിർബന്ധം ഞാൻ പറഞ്ഞു, അന്ന് കഴിക്കാൻ എൻ്റെ ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ മനോഹരമായി ആലയം പണിതു. ഈ ആലയം വളരെ നല്ലതാണ്. അത് ശലോമൻ ദാവീദ് ആലയം പണിയുമ്പോൾ വളരെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചതുമായ രാജാവാണ് ദാവീദ്. ദൈവം ദാവീദിന്റേതായ കരങ്ങളിൽ കൂടി ആലയം പണിയുവാൻ ദൈവം നിശ്ചയിച്ചിട്ടില്ല. കാരണം അവൻ ആലയത്തിന് വേണ്ടിയുള്ള പൊന്ന്, വെള്ളി, മരം, തടികളെല്ലാം ഉണ്ടാക്കിയെങ്കിലും ദാവീദിനെ കൊണ്ട് ആലയം പണിയുവാൻ കഴിഞ്ഞില്ല. എന്നിട്ട് തന്റെ മകനാകുന്ന ശലോമൻ രാജാവ് വന്നപ്പോ ശലോമനെ കൊണ്ട് ഒരു വലിയ ആലയമാണ് പണിതത്. ഭയങ്കരമായി മനോഹരമായി ഇരട്ടിയായ ആലയങ്ങൾ പണിതിട്ട് പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ടും, മരം കൊണ്ടും, കല്ല് കൊണ്ടും, മറ്റു വിധമായ ഉടവുകൾ കൊണ്ട് ആലയം പണിതിട്ട് ആലയം പൂർത്തിയാക്കി
അതിനകത്ത് ഇരുന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ പണിത ഈ ആലയത്തിൽ ദൈവപ്രസാദിനെ കൊണ്ടുണ്ടാകണമേ, ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടണമെന്ന് എന്ന് വളരെ കണ്ണുനിലോട്ടുകൂടെ ആത്മാവിൽ ഉണർന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയെ സ്വർഗത്തെ നോക്കി കരം ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവനെ സ്വർഗത്തെ ദൈവം ശലോമോന്റെ ഹൃദയത്തിലുള്ള മനസ്സിനെ കണ്ടിട്ട് മനസ്സലിഞ്ഞുകൊണ്ട് ദൈവം ഒരു വാക്ക് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. ശലോമോനെ, നീ പൊന്നുകൊണ്ടും മരം കൊണ്ടും കല്ലുകൊണ്ടും ചെയ്തതായ ഈ ആലയത്തിൽ ഞാൻ പ്രസാദിക്കില്ല. പക്ഷേ ഒന്ന്, അവനെ നിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ പ്രവേശിക്കണം. അപ്പോൾ കല്ലുകൊണ്ടും മരം കൊണ്ടും ചെയ്തതായ ഒരു ആലയത്തിൽ അല്ലാതെ പ്രസാദം. സഭ എന്നത് രക്ഷിക്കപ്പെടുന്ന ഓരോ ജനങ്ങളുമാണ് സഭ. സഭ കൂടുന്ന ഒരു സ്ഥലമാണ് ഈ ആലയം. ഇതിന്റെ അകത്തായിരിക്കുന്ന വിശ്വാസിയുടെ ഹൃദയങ്ങളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഈ ആത്മാവിന്റെ ആരാധന ഈ ഹോളിന്റെ അകത്ത് വെളിപ്പെട്ടുകൊണ്ട് ദേശത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് മാറുന്നത്. അതുകൊണ്ടാണ് ഈ സഹോദരൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അവൻ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം ഒക്കെയും നമ്മൾ വായിക്കുന്ന സ്ഥലത്തോടെ കാണുവാൻ കഴിയുന്നത് ആലയം മനോഹരമായി പണിയുന്നു, ആലയം വലിയ നീളത്തിൽ പണിയുന്നു, ഉയരത്തിൽ പണിയുന്നു, തന്നോട് വലിയ ഭാഷ മുടക്കി പണിയുന്നു എന്നൊക്കെ പറയുന്നത് അതിനെവിടെ സമയമില്ല. എന്നോട് നിങ്ങൾ നാം നോക്കിയിരുന്നു. പക്ഷെ ഒരു വാക്കിൽ പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശരീരം നമ്മൾ ഈ ആലയം പണിതു എങ്കിലും ആലയമല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഓരോ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നേരുള്ള ഹൃദയത്തിന്റെ അകത്തിറങ്ങുന്നതായ ആത്മീക ശക്തിയാണ് എന്നെയും നിങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാകും. ഈ ആലയം പണിതു, ആലയം മതി എന്നുള്ള തൃപ്തിപ്പെടുന്നതല്ല ദൈവമക്കൾ. ഇതിനെ പോലെ ഞാനെയും ഞങ്ങളുടെ ആലയം ആലയങ്ങൾ പണിതു എന്നാൽ ഞാൻ അവരോട് പറയുന്നത്, ഈ ആലയത്തിൽ ഇത് നമുക്ക് വേണ്ടിയുള്ള ആലയം, കർത്താവിന്റെ ആലയം ഞാനും നിങ്ങളുമാണ്. ഇത് നമുക്ക് വേണ്ടി മഴ കാറ്റുകളൊന്നും കൂടാതെ നമുക്ക് വേണ്ടി സന്തോഷം അകത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൈപ്പണിയാകുന്ന ആലയമാണ്. കൈപ്പണിയില്ലാത്തൊരാലയമാണ് ഞാനും നിങ്ങളും സ്വർഗം പണിതാണ്. എന്നാൽ ഇതിന് ഒത്തമേശയിൽ ആശാരി മറ്റുള്ളതായ പല പണിക്കറുകളുണ്ടെങ്കിലും സ്വന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ വിശ്വാസികൾ ആലയം പണിയുന്നത് 4 വ്യക്തികളുണ്ട്. 5 വിധത്തിലാണ്. 4 വ്യക്തികളുണ്ട്. ഒന്ന് പൊട്ടൻ കയ്യാള്, അവൻ ഇതല്ല. അവിടെ പറയുന്നത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. 5 വിധമായ ഉദ്യോഗസ്ഥന്മാരുകൊണ്ട് പണിതാണ് ഈ കല്ലുകൾ, ഈ ചുവരുകൾ, ഈ കെട്ടിടങ്ങൾ. അപ്പൊ ഇവിടെ പല ഭക്തന്മാർ പലരുമായിട്ട് പണിയുമെങ്കിലും ഇത് പണിതത് ആത്മീയ ഗ്രഹമായി പണിതതായി കെട്ടിടത്ത് 5 വിധമായ ഉപദേശങ്ങൾ 4 പേരായി പണിതാണ്. ഒരാൾ കൊണ്ടല്ല, 2 പേര് കൊണ്ടല്ല, 3 പേര്. ഇതിന്റെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് മൂലക്കാൻ ഇട്ടിട്ട് അപ്പോസ്തലന്മാരെ കൊണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് ഇവിടെ നമ്മളെ പണി നിർത്തിയിട്ട് ആ പണി ചെയ്തത് കൊണ്ട് പണി നിൽക്കുന്നതുകൊണ്ടാണ് ദൈവസ്നേഹത്തിൽ പറയുന്നു. ഈ സഭയിൽ ആത്മാർത്ഥമായി ഇനിയാണ് നമ്മൾ പ്രാർത്ഥനയും ആരാധനയും. കാരണം നിങ്ങൾ ചെയ്തതിനെല്ലാം ചെയ്തതിന്റെ 5 കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം കല്ല് വെച്ചവര്, കാപ്പി വെച്ചവര്, കാപ്പി കൊടുത്തവര്, ചോറ് കൊടുത്തവര്, മനസ്സോട് മടിയില്ലാതെ മനസ്സോട് കൊടുത്തവരെല്ലാം കണ്ടു. എന്തൊക്കെ ചെയ്തുവോ അതിന്റെ 100 പേര് അനുഗ്രഹം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കണം. തലമുറകൾക്ക് ദൈവം ഒരുപക്ഷെ നമ്മുടെ കൈകൊണ്ട് അത് ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ വളരുന്നത് പിൻകാലങ്ങളിൽ അഭിമാനമായിട്ട് ഈ ചെയ്തതായ പ്രവർത്തിയുടെ ഫലം തലമുറ അനുഭവിക്കും. നീ കാണും. പിന്നെ കണ്ണ് കാണും. പ്രാർത്ഥികത്തിലായിരുന്നാലും എന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കും, നീ അറിഞ്ഞുകൊണ്ടിരിക്കും, മക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മക്കളുടെ ഉയർച്ച, മക്കളുടെ അനുഗ്രഹം, മക്കളുടെ വലിയ നന്മ അവര് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപ്പനെ ഭയങ്കര പറയുക. ഒരു കാലത്തിന് ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട്, ഒരു കാലത്തെ പിന്മാറാതെ നിന്നത് കൊണ്ട്, ഒരു കാലത്തെ ദൈവത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചത് കൊണ്ട്, ഒരു കാലത്ത് എന്റെ കിട്ടുന്ന കാശുകളെ ഞാൻ മറ്റൊടത്ത് കൊടുക്കാതെ ദൈവനാമത്തിലേക്ക് ചെയ്തത് കൊണ്ട് എന്റെ തലമുറ അനുഗ്രഹിച്ചു. എന്റെ തലമുറ ഉയർന്നു ഈ ദേശത്തിൽ പാടുന്ന ഒരു പാട്ട്
സ്തോത്രം. എന്നെ ക്ഷണിച്ചതായ മാത്രമല്ല, എന്നെ സന്തോഷിപ്പിക്കേണ്ട നമ്മുടെ കന്യാകുമാരി റീജന്റെ റീജന്റെ സർവഭാഷകൾക്ക്, എന്നെ വിശ്വസിച്ചതായ കർത്തദാസൻ പാസ്റ്റർ ക്രിസ്തു തോമാവർക്ക്, കൂടാതെ പ്രതിപുരുഷൻ, ഇവിടുത്തെ വിശ്വാസികൾ, ഇവിടുത്തെ സകലർക്കും എൻ്റെ സ്നേഹവകരണം അറിയിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും കാലത്തിനല്ലോ എനിക്ക് തരാൻ വന്നതില്ല. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഈ സമയത്ത് ഞാൻ അധികമായി പ്രാർത്ഥിക്കും. പലപ്പോഴും ആത്മാക്കൾ കടന്നു വരട്ടെ, ദേശം മുഴുവൻ കർത്തവത്തോടട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തികളകത്ത് വെളിപ്പെടട്ടെ, ഈ ഇതിന്റെ അധികമായി പണിയപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വാക്കുകളാണ്. ആമേൻ. ഞാൻ വിളിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ.